TV അൻവർ വീണ്ടും നമ്മുടെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഇന്ന് രാജിവെച്ചിന് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകണം. അദ്ദേഹം ഇനി പുതിയ പ്രസ്ഥാനം നയിക്കും. നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യണം. അതേ ഇന്നലെ കുറേ പേരുടെ പട്ടിക കൊടുത്തു. തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ എല്ലാം കൂട്ടി കേരളത്തിൽ ഞാൻ തൃണമൂൽ കോൺഗ്രസ് വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പേര് വരാഞ്ഞത്? പിണറായി വിജയന്റെ പേര്, രമേശ് ചെന്നിത്തലയുടെ പേരൊന്നും ഇല്ല. അതെന്തുകൊണ്ടാണ്? ഒരുപക്ഷെ മമതയ്ക്ക് അറിയാവുന്ന പേരുകളായിരിക്കും ചേർക്കാത്തത്. ഒറ്റ ഓട്ടത്തിന് മമതയ്ക്ക് അറിയാവുന്ന പേരുകൾ ഒഴിവാക്കിയെന്ന് തോന്നുന്നു. അല്ല, അതേ ഈ രാഷ്ട്രീയ അഭയാർത്ഥികളെയാണ് ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പം അദ്ദേഹം പിണറായി വിജയൻ ഉടനെ രാഷ്ട്രീയ അഭയാർത്ഥി ആകുമെന്ന് എനിക്ക് അദ്ദേഹത്തിന് തോന്നിക്കാണില്ല. അതുകൊണ്ടായിരിക്കും. അതെ അതെ അതെ. കാരണം അദ്ദേഹത്തിന് ദേഷ്യമുള്ളവരെയും വിരോധമുള്ളവരെയും ഏറ്റവും അടുപ്പമുള്ളവരെയും ഏറ്റവും വിരോധമുള്ളവരെയൊക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. ഇതിനകത്തെ ലിസ്റ്റ് കണ്ട് നമുക്ക് ചിരി വന്നു പോയി. കാരണം സി ദിവാകരനാണ് ഒന്ന്, മുൻ മന്ത്രി. ഷിബു ബേബി ജോണാണ് മറ്റൊന്ന്. ഒന്ന് ജി സുധാകരൻ, ഒന്ന് കെ രമ, പ്രതിഭാഹരി വരെയുണ്ട്. പ്രതിഭാഹരിയൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഇതിൽ വന്നതെന്ന് ഒരു പിടിയും കൂടി. അമ്പ് കേൾക്കുന്നത് തോന്നിയാൽ പോരെ, എഴുതാൻ കിട്ടുകൊടുക്കും. ഇത് അവിടെ ഇരിക്കുന്ന ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ മണ്ടന്മാരാണെന്ന ധാരണയിലായിരിക്കും അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. അവർ കത്തേറ്റ് അന്വേഷിക്കാതിരിക്കില്ലല്ലോ. ഇതിപ്പം മോഹൻലാലിനോട് തിലകം പറഞ്ഞ പോലാണ് നമുക്ക് തോന്നിയത്. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഈ ചാൾസ് ശോഭരാജ് എന്ന് പറയുന്ന ഈ അൻവറിന് ലക്കും ലഗാനും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം അൻവർ പിടിയെല്ലാം പോയി. ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് ബേപ്പൂരാണ്. ബേപ്പൂർ എന്ത് സംഭവിക്കും എന്നുള്ളതിന് 4-ാം തീയതി അറിയാം. നമുക്ക് ഇദ്ദേഹത്തെ ഉപമിക്കാൻ പറ്റുമെങ്കിൽ ലോകത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒറ്റ ആളുള്ളൂ, ട്രംപാണ്. ഈ ട്രംപിൻ്റെ കൂട്ടാണ്. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, ചാടിക്കളിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ വിഡ്ഢിയാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തും. പറഞ്ഞ് മാറ്റി പറഞ്ഞ അല്പം കഴിയുമ്പോൾ ഇപ്പം നമുക്കറിയാം ഇയാൾ ബേസിക്കലി കോൺഗ്രസ്സുകാരനായിരുന്നു. പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നു അല്ലേ? അതെ. പുറത്തായതിനു ശേഷം ഇയാൾ നിലമ്പൂരിൽ ആര്യാടൻ്റെ സീറ്റിൽ മത്സരിക്കുന്നു. 2 തവണ ജയിച്ചോ? 2 തവണ ജയിച്ചു. 2 തവണ ജയിച്ചു. 2ാം തവണ ഏതാണ്ട് പാതിയായപ്പം രാജിവെച്ചു. അപ്പം ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പറഞ്ഞിട്ടുള്ള അൻവറിൻ്റെ ഫലിതങ്ങൾ എന്ന് പറഞ്ഞ നമ്പൂരി ഫലിതം പോലെ ഒരു പുസ്തകം ഇറക്കാറുണ്ട്. അത് ഏറ്റവും വലിയ ജപ്പാനിൽ മഴ പെയ്യുന്നു പറഞ്ഞതായിരുന്നു. മഴമേഘങ്ങൾ ഇങ്ങോട്ട് വരും. അതെ, അതായിരുന്നു ഒരെണ്ണം. പിന്നെ ഒന്ന് നമ്മുടെ VD സതീശൻ കണ്ടെയ്നർ ലോറിയിൽ 150 കോടി കൊണ്ടുവന്നു. മീൻ ലോറിയിൽ 150 കോടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറ്റേ പുള്ളിയുടെ ഏറ്റവും ഭീകരമായ ഒരു തമാശ എന്ന് പറയുന്നത് മറുനാടൻ ഷാജൻ വയർലെസ് സന്ദേശം ചോർത്തി പാകിസ്ഥാന് വിറ്റു. അത് കേരള പോലീസിന്റെ വയർലെസ് ചോർത്തി പാകിസ്ഥാന് വിറ്റു. എന്ത് രഹസ്യമാണാവോ കേരള പോലീസിന്റെ പാകിസ്ഥാന് വേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി DNA പരിശോധിക്കാൻ പറഞ്ഞു. പിന്നെ ഇദ്ദേഹം ആർക്കൊക്കെ എതിരെ പട നയിച്ചോ, ആരെയൊക്കെ കൂട്ടുപിടിച്ച് പട നയിച്ചോ, അവരെല്ലാം തകർന്നു എന്നുള്ളതാണ്. അൻവർ മാത്രം ഇതിനകത്തുനിന്ന് എല്ലാം രക്ഷപ്പെട്ട് പുള്ളി പോവാണ്. നമുക്കറിയാം എം ആർ അജിത് കുമാറിനെയും P ശശിയെയും കൂട്ടുപിടിച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറുനാടൻ യുദ്ധം ആരംഭിച്ചത്. മറുനാടനെതിരെ ഇയാൾ യുദ്ധം ആരംഭിച്ചത്. ഇവരെ രണ്ടുപേരെയും പിടിച്ചോണ്ടായിരുന്നു. എന്ത് വന്നാലും പുള്ളി കുറേ കേസ് കൊടുപ്പിക്കുമായിരുന്നു. നാട്ടുകാരെ മൊത്തം പുള്ളി ഒരു ഇത് തുറന്നു. ഈ നമ്മൾ ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു വാർ റൂം തുറക്കുന്ന പോലെ ഒരു വാർ റൂം പുള്ളി തുറന്നു. നിങ്ങൾക്ക് പരാതിയുള്ളവർ എനിക്ക് തരൂ, ഞാൻ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസിന് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യം. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇയാളെ പറയുന്ന പോലെ കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, ഇയാൾ പറയുന്ന പോലെ കേസ് എടുത്തതെല്ലാം ചീറ്റിപ്പോയി. അതാണ് സുപ്രീം കോടതി വരെ കാലേവാരി അലക്കി. ഈ സർക്കാരിനെ എടുത്തിട്ട് അലക്കി. അതുപോലെ ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൽ അവർക്കുണ്ടാകാമായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ കൂടി ഇല്ലാതായി. ഇനിയിപ്പോൾ ഈ കേസുകളെയൊക്കെ സംശയാസ്പദമായിട്ട് കാണാൻ തക്ക രീതിയിലാണ് നമുക്ക് വേഴ്സസ് സുപ്രീം പിന്നെ സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസിന്റെ വിധി സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിൽ അട്രോസിറ്റി അനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ പട്ടികവർഗത്തിൽപ്പെട്ടവർക്കെല്ലാം ആരെങ്കിലും അവർക്കെതിരെ സുപ്രീം കോടതിയിലോട്ട് ചെല്ലുമ്പോൾ ഈ സംശയത്തിന്റെ ഒരു ആനുകൂല്യം ഉണ്ട് ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക്. ഈ കേസ് വെച്ച് നോക്കുമ്പോൾ വെറുതെ ഒരാളുടെ പേര് തലയ്ക്ക് വെച്ച് കൊടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഇയാള് ചുമ്മാതെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ആ കള്ളക്കേസ് കാരണം കുറേ പാവപ്പെട്ട പട്ടികവർഗക്കാരെ ജീവിതം വഴിമുട്ടി എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ മറുനാടൻ ഷാജിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തുമെന്ന് പറഞ്ഞാൽ പുള്ളി അവസാനം ജയിലിൽ പോയി. അതെ,
പുള്ളിയെ അവസാനം ഇന്നലെ ഒരു തോളിക്കേട്ടുണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെയാണ് തൂക്കിയെടുത്താക്കി. എടുത്താകത്താക്കി. പിന്നെ കൂടെ നടന്ന പോലീസുകാരെ SP വരെ ഇയാൾ വേട്ടയാടി. അത് വേട്ടയാടി. അതുപോലെ ഇയാൾ വേറൊരു ചാനലിനെയും കൂട്ടുപിടിച്ച് SIT എന്ന് പറഞ്ഞ ടീം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും മികച്ച പോലീസ് ഓഫീസർ ബലാത്സംഗ കേസിൽ വരെ പ്രതിയാക്കി. അതായത് പ്രോട്ടോകോൾ പ്രകാരം പിന്നെ സാധാ കോൺസ്റ്റബിൾ തൊട്ട് SP വരെ ഉള്ളവരെ ബലാത്സംഗ കേസിൽ ഒരു സ്ത്രീയുടെ പേരിൽ കൊണ്ടുവന്ന് പരാതി കൊടുപ്പിച്ച് ഇവർ പ്രതിയാക്കിയ ആളാണ്. അതിനൊരു ചാനൽ കൂട്ടുന്നു. ഇദ്ദേഹത്തിന് ഇതിനൊക്കെ ബുദ്ധി ഉപദേശിക്കുന്ന ആരാണെന്നുള്ള എനിക്ക് മനസ്സിലാത്തത് ഇപ്പോഴും. അല്ലെ, ബുദ്ധിയല്ല ഇയാടെ തന്നെ, സ്വന്തം ബുദ്ധി തന്നെയാണ്. ബുദ്ധി ഉണ്ടായിരുന്ന ഈ പണിക്ക് പോകത്തില്ല. അത് ശരിയാണ്. അപ്പൊ ഈ സ്വന്തം ബുദ്ധി തന്നെയാണ്. ഈ സ്വന്തം ബുദ്ധി വെച്ചാണ് എന്താണെങ്കിലും നമ്മൾ ആ പട്ടികയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പട്ടിക എന്ന് പറയുമ്പോൾ G. സുധാകരനാണ് അതിനകത്ത് മെയിൻ. കാരണം ഇദ്ദേഹത്തിന് എനിക്കൊന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂ എടുത്ത ടെലിപ്പതി വശം ഉണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഈ G. സുധാകരന്റെ പേര് കൊടുക്കുമ്പോൾ G. സുധാകരൻ പാർട്ടിയുമായിട്ട് ചെറിയ ഒരസൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇയാൾ പാർട്ടി വിടുമെന്നും UDF സ്ഥാനാർത്ഥിയാകുമെന്നും ഒക്കെ ഇയാൾ മനസ്സിൽ കണ്ടു കാണും. അതെ. അതുപോലെ C. ദിവാകരൻ എന്തിനാന്ന് വെച്ചാൽ ഇനി പിണറായിയുടെ ഇല്ല മീൻ കഷ്ണത്തിന്റെ പേര് പറഞ്ഞാണോ, നെന്മീൻ ഇല്ലെങ്കിൽ കഴിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പൊ C. ദിവാകരൻ, സുരേഷ് കുറുപ്പ്, KK രമയൊക്കെ ഏത് സാഹചര്യത്തിൽ വന്നു? KK രമ തൃണമൂൽ കോൺഗ്രസിൽ പോകത്തക്ക ഒരു അധപ്പതനം KK രമയ്ക്ക് എവിടെ ഇല്ലല്ലോ. ഇല്ല. പ്രതിഭാകരിയെ പിന്നെ നമുക്ക് കൂട്ടാം. കാരണം എന്ന് അറിയോ, പ്രതിഭാകരിയുടെ മകന്റെ ഒരു വിഷയം ഉണ്ടാവുന്നു. അതിനുശേഷം പ്രതിഭാകരിക്ക് കായംകുളം സീറ്റ് കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ ഇത് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ പോവായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇവരാരും അറിഞ്ഞിട്ടുള്ള കേസല്ല. അറിയാനില്ല. പിന്നെ AV ഗോപിനാഥ് അല്ലേ? AV ഗോപിനാഥ് ഉണ്ട്. ഗുരുവായൂർ ദേവസ്വം സമിതി ചെയർമാനുമായി. പിന്നെ മറ്റേ അദ്ദേഹം ഷിബു ബേബി, UDF നിന്നും കുറേ പേര്, LDF നിന്നും കുറേ പേര്, ഇവരെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് മമതാ ബാനർജിയെ പറ്റിക്കാം എന്നാണ് കരുതിയേ. കാരണം ബംഗാളികളല്ലയോ, വലിയ ഇതൊന്നുമില്ല, നമുക്ക് ഈസിയായിട്ട് പറ്റിക്കാമെന്നാണ് കരുതി. ഇവിടെ പറഞ്ഞ പണിക്ക് പറഞ്ഞ ബംഗാളികളെ ഇവർ കണ്ടിട്ടുള്ളൂ. ബംഗാളി കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അത്. ഈ കത്ത് പുറത്ത് വരുമെന്ന് ആശാൻ കരുതിയിട്ടില്ല. ആ കത്ത് പുറത്ത് വന്നതാണ് ഈ കുഴപ്പത്തിന് കാരണം. ഈ ആഫ്രിക്കൻ അൻവർ അംബൂക്ക എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കടന്നൽ രാജ. സത്യത്തിൽ ഇദ്ദേഹം ഇപ്പോൾ ഈ സാധനം കൊണ്ടുവന്നത് മന്ത്രിയാകാൻ വേണ്ടിയാണ്. ജയിച്ചാൽ മന്ത്രിയാകാൻ വേണ്ടിയാണ്. UDFന്റെ ഘടകകക്ഷിയായിട്ട് മന്ത്രിയാകാൻ വേണ്ടി. കാരണം തൃണമൂൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കിട്ടില്ല. അപ്പം ഞാൻ വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് മമതയ്ക്ക് പോലും അറിഞ്ഞൂടാത്ത അവസ്ഥയാണ്. അതാ. അപ്പം ഞാൻ ഈ പിന്നെ ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ ഒരു ഘടകകക്ഷി നേതാവ്, ഞാൻ ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജയിച്ചതായിട്ട് ഉറപ്പിച്ച അല്ലേ? പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി. ഇവിടെയും അദ്ദേഹം ജയിക്കുമെന്നൊരു വിശ്വാസം അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. പക്ഷേ ബേപ്പൂര് പോലൊരു സ്ഥലത്ത് പിന്നെ ഇനിയും കേരളം ഒട്ടാകെയുള്ള ഒരു തരംഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറി കൂടാഴികയില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ കയറി കൂടിയാൽ അദ്ദേഹത്തിന് ഞാൻ വലിയൊരു സമ്മാനം കൊടുക്കുമെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വലിയ ഒരു പൊസിഷൻ ഞങ്ങൾ കൊടുക്കും. ഏത് പൊസിഷനാണെന്നുള്ളതാണ് ഇനി അടുത്ത പ്രശ്നം. അപ്പോൾ ഈ മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നാണോ ഇനിയും വല്ല സ്പീക്കർ ആകുമെന്നാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഇദ്ദേഹത്തിനെയൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്താൽ ആ അവസ്ഥയെ ആഭ്യന്തര വകുപ്പിനെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നാണല്ലോ. ആഭ്യന്തര വകുപ്പ് വേണം. ആഭ്യന്തരം അല്ലെങ്കിലും വ്യവസായമെങ്കിലും അദ്ദേഹം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇത് വളരെ വിചിത്രമാണ് അംബുക്കയുടെ നീക്കങ്ങൾ. അംബുക്കയുടെ ഇന്നത്തെ വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ കാര്യത്തിൽ. ഈ ലിസ്റ്റ് കൊടുത്തതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് വിശദീകരിക്കുമായിരിക്കും. ഇന്നലെ അംബുക്കയ്ക്ക് ഒരു അബദ്ധം പറ്റി. അംബുക്ക ഇത് പത്രസമ്മേളനം വിളിക്കുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് വിടുകയാണെന്ന് പറഞ്ഞ് തൊട്ടു പുറകെ അവർ വിശദീകരണം കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ എഴുതി കത്തും പുറത്തു വിട്ടു. അതോടുകൂടി അംബുക്ക ചീറ്റി നാറി നാശകോടലായി പോയി. എന്ത് പറയാൻ പറ്റും? എന്ത് ചെയ്യാൻ? ഇന്ന് മിക്കവാറും വിശദീകരണം കാണും. ആ വിശദീകരണം വളരെ രസകരമായി നമുക്ക് ഒന്ന് കാത്തിരിക്കാം.